ഭാര്യ UDF സ്ഥാനാർത്ഥിയായതോടുകൂടി CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന ഭർത്താവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. കോട്ടയം കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്തിൻ്റെ 13-ാം വാർഡിലാണ് ആശാപ്രവർത്തകയും CPMന്റെ മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗവുമൊക്കെ ആയിരുന്ന സിന്ധു രവീന്ദ്രൻ UDF സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത്. ഈ വാർഡ് ഉൾക്കൊള്ളുന്ന പ്രദേശത്തെ CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായിരുന്നു ഈ സിന്ധുവിൻ്റെ ഭർത്താവ് രവീന്ദ്രൻ. ഈ ഒരു സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു മേഖലയിലാകെ നാട്ടിലാകെ ഇത്തരത്തിൽ പോസ്റ്ററുകൾ പാർട്ടി ഒട്ടിച്ചിട്ടുണ്ട്. അതായത് CPMൽ നിന്ന് പരമാവധി ആനുകൂല്യങ്ങൾ നേടിയ ശേഷം രാഷ്ട്രീയ വഞ്ചന നടത്തി കോൺഗ്രസിൽ ചേർന്ന സിന്ധു രവീന്ദ്രനെയും EM രവീന്ദ്രനെയും CPIMൽ നിന്നും പുറത്താക്കിയിരിക്കുന്നുവെന്ന CPIM ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള പോസ്റ്ററുകളാണ് ഈ നാട്ടിലാകെ ഇപ്പോൾ ഒട്ടിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ഇവിടുത്തെ ഒരു തിരഞ്ഞെടുപ്പ് കൂടുതൽ രാഷ്ട്രീയ പോരിലേക്ക് കടക്കുകയാണ്. ചേച്ചി, താങ്കൾ സ്ഥാനാർത്ഥിയായതോടുകൂടി ഭർത്താവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു, ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. ഇങ്ങനെ ഒരു നടപടി പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളത് കരുതിയിരുന്നോ? തീർച്ചയായും കരുതിയിരുന്നു. ആ പാർട്ടിയുടെ നടപടി അങ്ങനെയാണല്ലോ, അത് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. പിന്നെ ഞാൻ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സിന്ധുവിൻ്റേതായ ഒരു വ്യക്തിത്വം ഉണ്ടല്ലോ, സിന്ധു എന്താ തീരുമാനം എടുക്കണമെന്ന് അതിന് കൂടെ നിൽക്കും. പക്ഷേ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നു, അല്ലെ പാർട്ടിയിൽ പ്രവർത്തിക്കുകയെന്നൊന്നും പറഞ്ഞില്ലായിരുന്നു. പുറത്താക്കിയത് കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇനി എനിക്ക് സ്വതന്ത്രമായിട്ട് ഏത് പാർട്ടിയിൽ വേണമെങ്കിലും പ്രവർത്തിക്കാമല്ലോ, എൻ്റെ കൂടെ വോട്ട് പിടിക്കാനോ എന്ത് കാര്യത്തിനും പോരാമല്ലോ, അല്ലെങ്കിൽ അദ്ദേഹം പോരുകയെന്ന് പറഞ്ഞായിരുന്നു. പുറത്താക്കിയത് കൊണ്ട് അദ്ദേഹത്തിന് ഒരു പ്രശ്നവും ഇല്ല. ഇനി എൻ്റെ കൂടെ വർക്കിന് പോരുമോ എന്ത് കാര്യത്തിന് വേണമെങ്കിലും എൻ്റെ കൂടെ പോരാൻ അദ്ദേഹം തയ്യാറാണ്. താങ്കളും പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആശാ സമരവുമായി ബന്ധപ്പെട്ടാണ് പാർട്ടിയുമായി താങ്കൾക്ക് വ്യക്തിപരമായി അകൽച്ച ഉണ്ടാവുകയും ഇത്തരത്തിലൊരു UDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയും ചെയ്തല്ലേ? അതെ, ആശാസമരമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടിയായിട്ട് ഞാൻ അകൽച്ചയിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ്, ആശാവർക്കർ ആയതുകൊണ്ടാണ് എനിക്ക് ഒരു അവസരം കിട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് മാറി മത്സരിക്കാൻ തീരുമാനിച്ചത്. ഭർത്താവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന് കാട്ടിക്കൊണ്ട് ഇപ്പോൾ നാട്ടിലൊക്കെ പോസ്റ്ററുകളൊക്കെ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിലൊക്കെ എന്താണ് പറയുന്നത്, എന്താണ് അതിലൊക്കെ? ആ വാർഡിൻ്റെ എല്ലാ ഭാഗത്തും പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒട്ടിച്ചിട്ടുണ്ട്. നമ്മൾ രാവിലെ നമ്മുടെ ജോലിയായിട്ട് മുന്നോട്ട് പോകുന്നു, രാവിലെ വീട് കയറാൻ പോകും, അല്ലെങ്കിൽ എൻ്റെ ജോലി ആശാവർക്കറായിട്ടുള്ള ജോലിക്ക് പോകും. ഞാൻ അങ്ങനെ തന്നെ അങ്ങ് മുന്നോട്ട് പോവുക. അതിനകത്ത് പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നുന്നില്ല. കാരണം പാർട്ടിയുടെ നടപടി പാർട്ടി നടത്തട്ടെ, ഞാൻ എൻ്റെ ജോലിയായിട്ട് ഞാൻ പോകുന്നു. ഹസ്ബൻഡ് പറഞ്ഞത് സിന്ധുവിൻ്റെ ഇഷ്ടം, മത്സരിക്കാനാണെങ്കിൽ മത്സരിച്ചോളൂ, വ്യക്തിപരമായ തീരുമാനം എടുക്കാം, അതിനുള്ള സ്വാതന്ത്ര്യം സിന്ധുവിനുണ്ട് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. അതെ, അദ്ദേഹം അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. സിന്ധുവിന് ഇഷ്ടമുള്ള ഏത് പാർട്ടിയാണോ ആ പാർട്ടി മത്സരിച്ചോളാനാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഞാൻ മത്സരിച്ചു. ഇങ്ങനെ ഒരു നടപടി അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരിക്കുന്നു, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. മക്കളൊക്കെ എന്താണ് പറയുന്നത്, എന്താണ് നിലവിലൊരു അവസ്ഥ? മക്കൾക്കൊന്നും ഒരു പ്രശ്നവുമില്ല. അവർ പറഞ്ഞത് നേരത്തെ ചെയ്യേണ്ടായിരുന്ന മക്കൾ പറയുന്നത്. കാരണം നമ്മൾ ഈ ആശാസമരമായിട്ട് ബന്ധപ്പെട്ട് ആരോഗ്യ വകുപ്പിൻ്റെ ഏറ്റവും താഴെ തട്ടിലുള്ള ജോലിക്കാരാണ് ഞങ്ങൾ ആശാവർക്കർമാർ. ഈ നടന്ന് ഓരോ വീടുകളിൽ പോയി വേണ്ട എല്ലാ ഡാറ്റകളും നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പം നമ്മളോട് ഇങ്ങനെ ഒരു അനുകൂലമല്ലാത്തൊരു നിലപാടെടുത്തപ്പോൾ തീർച്ചയായിട്ടും അമ്മ ഇതിന് സമരത്തിന് പോകണമായിരുന്നു. എനിക്ക് ആദ്യം പോകാൻ മടിയാണ്. പിന്നെ പിള്ളേർ പറഞ്ഞ് പോയി സമരം ചെയ്യുക. അവർ സമരം ചെയ്തിട്ട് നമ്മളതിൻ്റെ ആനുകൂല്യം പറ്റുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് അമ്മയും പോയി സമരം ചെയ്യണമെന്ന് പിള്ളേരൊക്കെ പറയുമായിരുന്നു. എല്ലാവരും നാട്ടിലുള്ളവരും പറയുമായിരുന്നു, വീട്ടുകാരും പറയുമായിരുന്നു. അവർക്കൊക്കെ ഞാൻ ആ സമരത്തിന് പോയതിനകത്ത് ഒരു എതിർപ്പും ഇല്ലായിരുന്നു. അതോടുകൂടിയാണ് പാർട്ടിയായിട്ട് ഇച്ചിരി ഭിന്നിപ്പോൾ ഉണ്ടായത്. പ്രവർത്തനങ്ങളൊക്കെ, ഇലക്ഷൻ പ്രചരണങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? പ്രവർത്തനമൊക്കെ നല്ല രീതിയിൽ പോകുന്നു. ഒരു വട്ടം വാർഡ് മുഴുവൻ കയറി തീർന്നു. രണ്ടാമത്തെ ഘട്ടം ഒരു ഏരിയ മുഴുവൻ കയറി. ഇനിയിപ്പോൾ നാളെ നോമിനേഷൻ കൊടുക്കുകയാണ്. അതിനുള്ള നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുക. ഇത് ഇപ്പോൾ കുറച്ചുകൂടി ഒരു വലിയ രാഷ്ട്രീയ മത്സരമായി മാറിയിരിക്കുകയാണ്. കാര്യം താങ്കൾ UDFന്റെ സ്ഥാനാർത്ഥി ആയതോടുകൂടി ഭർത്താവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു. വലിയ ശക്തമായൊരു മത്സരമാണ് ഇനി നടക്കാൻ പോകുന്നത്. എന്താണോ പ്രതീക്ഷ, വിജയിക്കുമെന്ന് തന്നെയാണ്? അതെ, എൻ്റെ പ്രതീക്ഷ വിജയിക്കുമെന്ന് തന്നെയാണ്. ഞാൻ ചെല്ലുന്ന വീടുകളിലെല്ലാം ആർക്കും ഒരു നെഗറ്റീവായിട്ട് ആരും ഇതുവരെ എന്നോട് സംസാരിച്ചിട്ടില്ല. എല്ലാവരും നല്ല കാര്യമാണ്, ധൈര്യമായിട്ട് മുന്നോട്ട് പൊക്കോളാനാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. എല്ലാ വീടുകളിലും തന്നെ അങ്ങനെ തന്നെയാണ് എനിക്ക് മറുപടി തന്നിട്ടുള്ളത്. അതുകൊണ്ട് എനിക്കൊരു അയ്യോ തോറ്റു പോകുമോ അങ്ങനെ ഒരു ശങ്കാവിഷയമൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം എല്ലാവരും നല്ല സപ്പോർട്ടാണ് എനിക്ക്. വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. അദ്ദേഹത്തെ പുറത്താക്കിയത്, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് ഇപ്പോൾ നാട്ടിലൊക്കെ വലിയ ചർച്ചയാണ്. അതിനുശേഷം ആളുകൾ താങ്കളോട് UDFന്റെ സ്ഥാനാർത്ഥി എന്നുള്ളതിൽ താങ്കളോട് ആളുകൾ എന്താണ് പറയുന്നത്? ഒരു പ്രശ്നവും ഇല്ല, ആ നോട്ടീസുകളൊക്കെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ചേച്ചി ധൈര്യമായിട്ട് മത്സരിച്ചോളാൻ എല്ലാവരും തന്നെ പറഞ്ഞിരിക്കുന്നത്. നോട്ടീസൊക്കെ അവിടെ ഇരുന്നോട്ടെ, കാര്യങ്ങളൊക്കെ അവരല്ലേ ചെയ്യുന്നത്, നോട്ടീസുമായിട്ട് ബന്ധപ്പെട്ടല്ലല്ലോ ചെയ്യുന്നത്, ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത് എന്നാണ് ഇതുവരെ എൻ്റെ പ്രതീക്ഷ. അങ്ങനെ ജനങ്ങൾ എന്നോട് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി മറിയുന്ന രാഷ്ട്രീയമാണ്, തെരഞ്ഞെടുപ്പാണ്, എന്താണേലും കാണാം, നോക്കാം. എന്താണെങ്കിലും ഈ നടപടി പ്രതീക്ഷിച്ചിരുന്നതാണ്, അതുണ്ടായി. പക്ഷേ ഇനി സ്വതന്ത്രമായി മുന്നോട്ട് പോകും. ഭർത്താവും താങ്കൾക്കൊപ്പം പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാകും.
അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി പാർട്ടി പുറത്താക്കി ഇന്ന് നോക്കിയിരിക്കേണ്ട കാര്യമില്ല, നമുക്ക് ധൈര്യമായിട്ട് പുറത്തിറങ്ങി പ്രവർത്തിക്കാമല്ലോ. ഇത്രയും നാളും പാർട്ടിക്ക് അനുകൂലമായിട്ട് നിൽക്കുമായിരുന്നു, ഞാൻ വരില്ല, ഞാൻ വേറെ പുറത്തേക്ക് ഒരു കാര്യവും പറയാൻ വരില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇനിയിപ്പം അദ്ദേഹത്തിന് ഒരു പ്രശ്നവുമില്ല, ധൈര്യമായിട്ട് മുന്നോട്ട് പോകാമെന്നുള്ള രീതിയിൽ തന്നെയാണ്. ഞാനും അതേ സ്ഥാനാർത്ഥിത്വമായിട്ട് മുന്നോട്ട് പോകുക തന്നെയാണ്. നാളെ നോമിനേഷൻ കൊടുക്കും. നോമിനേഷൻ കൊടുത്തതിന് ശേഷം പ്രചരണം ശക്തമാക്കും. എല്ലാവിധ ആശംസകളും. താങ്ക് യു. സിന്ധു രവീന്ദ്രൻ UDF സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന സാഹചര്യത്തിലാണ് CPIMൻ്റെ ഈ മേഖലയിലെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന രവീന്ദ്രനെ പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത്. എന്താണെങ്കിലും പാർട്ടി നടപടികളൊക്കെ ആ രീതിയിൽ തന്നെ നടക്കട്ടെ, അങ്ങനെ മുന്നോട്ട് പോകട്ടെ, ജനവിധി എന്താണ് എന്നുള്ളത് ജനങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ എന്നുള്ളതാണ് സിന്ധു പറയുന്നത്. അവർ വലിയ വിജയപ്രതീക്ഷയിലുമാണ്. കുറവിലങ്ങാട് നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.